ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടീ ടൈം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, അത്ര തന്നെ ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു മോൾഡാണ് ഞാനിപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കേക്ക് ടീൻ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഞാനിപ്പം ഇതിൻ്റെ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ വശത്തും അതുപോലെ സൈഡ് വശത്തും ഒക്കെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കൂടി നമുക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് ട്രേയിന് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് വലിയൊരു ബൗൾ തന്നെ എടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1/4 കപ്പ് പൗഡർ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു വിസ്ക് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതിനകത്ത് ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, അതേപോലെ മിക്സി ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഒരു വിസ്കോ ഒരു സ്പൂണോ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ മിക്സ് ചെയ്ത് എടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടി ഇതേപോലത്തെ ഒരു വലിയ അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്കിപ്പോൾ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി 1/2 കപ്പ് മിൽക്ക് കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ പാല് ചേർക്കുമ്പോൾ കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 2-3 പ്രാവശ്യമായിട്ടാണ് ഈ പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വളരെ കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് 2 ഫ്ലേവർ വെച്ചിട്ട് നമുക്ക് ഈ ടീ ടൈം കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വനില ഫ്ലേവറിനെ തന്നെ ഞാൻ 2 ബൗളിലേക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കൊക്കോ ഫ്ലേവറും അതേപോലെ വാനില ഫ്ലേവറും ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഓരോ ബൗളും കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാ എയർ ബബിൾസൊക്കെ ഒന്ന് റിലീസാവും. അതിനുശേഷം നമുക്ക് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം. ഈ പാനിലാണ് നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാനാണിത്. ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിന് മുകളിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം. വളരെ കെയർഫുൾ വേണം വെച്ച് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്ന പാനാണ്. അപ്പോൾ കൈ പൊള്ളാതെ വളരെ ശ്രദ്ധിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഫ്ലെയിം നന്നായിട്ട് താത്തി വെച്ച് കൊടുക്കുക. ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ സമയം എടുക്കും ഈ കേക്ക് ബേക്കായിട്ട് വരാനായിട്ട്. കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, നമ്മുടെ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം.
അപ്പോൾ വളരെ സോഫ്റ്റാണ്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടാലേ മനസ്സിലാവും ഇത് എത്ര സോഫ്റ്റ് ആണെന്ന്. നമ്മൾ കയ്യിലൊരു പഞ്ഞി പിടിച്ചിരിക്കുന്ന മാതിരത്തെ ഒരു ഫീലിങ്സ് ആണിത്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈവനിങ്. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.